എപ്പിസോഡ് ഓപ്പണിംഗ് സീനിൽ ഇപ്പോൾ ആക്രമിക്കപ്പെട്ട ആ ഒരു വലിയ വില്ലേജ് കാണിക്കുകയാണ്. ആക്ച്വലി പ്രധാനപ്പെട്ട സർവേ കോപ്സ് അവര് ആ ഒരു സമയത്ത് അവിടെ ഇല്ലാത്തതുകൊണ്ടാണ് ഇത്രയധികം മരണം നടന്നത്. ആ ഒരു വലിയ ടൈറ്റൻ അറ്റാക്ക് അത് നടക്കുന്ന അന്നേ ദിവസം രാവിലെ തന്നെ ടൈറ്റൻസിനെ നിരീക്ഷിക്കാനായിട്ട് പ്രധാന കോപ്സുകളെല്ലാം തന്നെ പുറത്തേക്ക് പോയി. കട്ട് ചെയ്ത അന്നേ ദിവസം രാവിലെ കാണിക്കും. പ്രധാനപ്പെട്ട ഈ കോപ്സുകളാണെങ്കിൽ കുതിരയുടെ പുറത്തും വാഹനത്തിലുമായിട്ട് പുറത്തേക്ക് പോവാണ്. നമ്മുടെ ആൾക്കാരും അവിടെ ഉണ്ടായിരുന്ന ജൂനിയേഴ്സും എല്ലാവരും ആകാംക്ഷയോടുകൂടെ അവരെ നോക്കി നിൽക്കും. ക്യാപ്റ്റൻ ഇവായെ കണ്ട എല്ലാവരും വണ്ടടിച്ച് അദ്ദേഹത്തെ തന്നെ നോക്കും. ഒരു ലേഡി ആണെങ്കിൽ കൈകൂപ്പി പ്രാർത്ഥിക്കും. വളരെ പവർഫുൾ ആയിട്ടുള്ള വ്യത്യസ്തമായിട്ടുള്ള ഒരു ടൈറ്റനെ എനിക്ക് കാണാൻ കഴിഞ്ഞിരുന്നെങ്കിൽ എന്നൊക്കെ പറഞ്ഞ് ഗേറ്റ് തുറന്ന് അവർ പുറത്തേക്ക് പോകും. അവിടുന്ന് അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത പിന്നീട് കാണിക്കുന്നത് ഒരു ടൈറ്റൻ ഒരു സോൾജിയറിനെ കടിച്ചു പിടിച്ചിരിക്കുന്നതാണ്. ആ സോൾജിയർ ആണെങ്കിൽ ടൈറ്റനോട് പറയും, നിന്നെ തീർച്ചയായിട്ടും നിങ്ങളെ പണിഷ് ചെയ്യും. ആ സോൾജിയർ ആണെങ്കിൽ അത് പറഞ്ഞു തീർക്കുമ്പോഴേക്കും ക്യാപ്റ്റൻ ലീവായി ആണെങ്കിൽ അവിടേക്ക് വന്ന് ആ ഒരു ടൈറ്റനെ അങ്ങനെ തകർത്ത് കളയാണ്. മാത്രമല്ല ബാക്കി 3 ടൈറ്റനെ കൂടെ അദ്ദേഹം ഇല്ലാതാക്കാൻ ശ്രമിക്കും. മറ്റൊരു ലേഡി ആണെങ്കിൽ അവിടേക്ക് വന്ന് ക്യാപ്റ്റനോട് പറയും, നമുക്ക് റീഎൻഫോഴ്സ്മെന്റിന് സോൾജിയേഴ്സിന് ആവശ്യമാണ്, എത്രയും വേഗം അവരിവിടേക്ക് എത്തണം. അതിന് ക്യാപ്റ്റൻ ലീവായി ആണെങ്കിൽ അവളോട് പറയും, താഴെയുള്ളവരെ എത്രയും വേഗം നിങ്ങളുടെ ടീം പ്രൊട്ടക്ട് ചെയ്യണം, ബാക്കിയുള്ളവയുടെ കാര്യം ഞാൻ നോക്കിക്കോളാം എന്ന് പറഞ്ഞ് ആളാണെങ്കിൽ അവിടുന്ന് കറങ്ങിപ്പോവും. കട്ട് ചെയ്ത നമ്മൾ നേരത്തെ കണ്ട ആ ഒരു കണ്ണാടി പെണ്ണ്, അവളാണെങ്കിൽ ആവേശത്തിൽ കുതിരപ്പുറത്ത് അവിടേക്ക് വരും. അവളാണെങ്കിൽ ഒരു ടൈറ്റനെ കണ്ട സന്തോഷത്തിൽ നിന്നെ ഞാൻ തന്നെ കൊല്ലുമെന്ന് പറഞ്ഞ് അതിന്റെ കഴുത്തിൽ ആഞ്ഞു വെട്ടും. അതേസമയം ഇവിടെ ലീവായി ആളാണെങ്കിൽ 2 ടൈറ്റൻസിന് മുൻപിലേക്ക് വന്ന് തന്റെ 3D ഗിയർ മാനുവൽ ഡിവൈസ് അതുപയോഗിച്ച് അവറ്റകളെ ചുറ്റി വലിച്ച് ഇല്ലാതാക്കാൻ ശ്രമിക്കും. അതിനുശേഷം 2 കുന്തം എടുത്ത് ഇപ്പൊ മറ്റൊരു ടൈറ്റന്റെ കണ്ണിൽ കുത്തിയിറക്കി സ്വാഡെടുത്ത് കറങ്ങി അതിന്റെ കഴുത്തങ്ങനെ വെട്ടി തെറിപ്പിക്കുകയാണ്. നീ അനങ്ങാൻ നിന്നാൽ മാത്രമേ നിന്നെ പൂർണ്ണമായിട്ട് ഇല്ലാതാക്കാൻ കഴിയുമെന്ന് പറഞ്ഞ് ക്യാപ്റ്റനാണെങ്കിൽ അതിനെ അറഞ്ച പുറഞ്ഞ് വെട്ടി വീഴ്ത്തും. ക്യാപ്റ്റനാണെങ്കിൽ ആ ഒരു ടൈറ്റൻ ആക്രമിച്ച ഓഫീസറിന്റെ അടുത്തേക്ക് വരും. ആൾക്കാണെങ്കിൽ ഒരുപാട് പരിക്കുകൾ പറ്റിയിട്ടുണ്ട്. ആ ഓഫീസറാണെങ്കിൽ ക്യാപ്റ്റനെ കണ്ട് പതി അദ്ദേഹത്തിന്റെ പേര് വിളിക്കും. അവനാണെങ്കിൽ ക്യാപ്റ്റന്റെ കൈ പിടിച്ച് ചോദിക്കും, സത്യത്തിൽ ഞാൻ വെറുത്താണോ, എന്നെ കൊണ്ട് എന്തെങ്കിലും ചെയ്യാൻ കഴിയുന്നുണ്ടോ? അതിന് ക്യാപ്റ്റൻ പറയും, നീയാണ് ഇതെല്ലാം ചെയ്തത്, നിന്നെക്കൊണ്ട് ചെയ്യാൻ കഴിഞ്ഞതുപോലും എന്നെ കൊണ്ടായിട്ടില്ല. ഉള്ളിലൂടെ നീ ഇനിയും കാര്യങ്ങൾ ചെയ്യും, നിങ്ങളെല്ലാവരുമാണ് എന്റെ പ്രചോദനം എന്ന് പറയും. അടുത്ത നിമിഷം പെട്രയാണെങ്കിൽ ഇപ്പൊ ക്യാപ്റ്റനോട് പറയും അവര് പോയി. അത് കേട്ട് അദ്ദേഹത്തിന് ഒരുപാട് വിഷമവും ഒക്കെ തോന്നും. ഞാൻ പറഞ്ഞത് അവര് കേട്ടിട്ടുണ്ടാവുമോ എന്ന് ക്യാപ്റ്റൻ പെട്രയോട് ചോദിക്കും. അതിന് പെട്രയ്ക്കാണെങ്കിൽ മറുപടിയില്ല. ഉടനെ മറ്റൊരു സോൾജിയർ ആണെങ്കിൽ അവിടേക്ക് വന്ന് ലീവായോട് പറയും, ലീവായി നമ്മളിപ്പോ പിൻവാങ്ങുകയാണ്. അത് കേട്ട് ലീവായി ആണെങ്കിൽ ദേഷ്യപ്പെട്ടു പറയും, ഇത്രയും പേര് മരിച്ചു വീണത്, അവരവരുടെ ജീവൻ തന്നെ കൊടുത്തത് നമ്മൾ ഇതുപോലെ പിൻവാങ്ങാനാണോ? 5 വർഷങ്ങൾക്ക് മുൻപ് സംഭവിച്ചത് തന്നെയാണ് ഇപ്പോഴും സംഭവിച്ചിരിക്കുന്നത്. നഗര കവാടം അത് തകർത്ത് അവറ്റകൾ അകത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അവിടുന്ന് അങ്ങനെ കട്ട് ചെയ്ത ആ സമയത്താണ് അകത്തേക്ക് വന്നൊരു ടൈറ്റാൻ നമ്മുടെ ഹീറോയെ അവനെ കടിച്ചു പറിച്ച് വീഴുന്നത്. കൈയും കാലും നഷ്ടപ്പെട്ട എർവിനാണെങ്കിൽ അതിന്റെ വയറ്റിലേക്ക് വീഴും. ഇവിടെ എന്താ സംഭവിച്ചത്? എനിക്കിത് വിശ്വസിക്കാനായിട്ട് കഴിയുന്നില്ല. നീണ്ട 5 വർഷത്തെ എന്റെ കാത്തിരിപ്പിനൊടുവിലാണ് കോപ്സിൽ ചേരാനായിട്ട് എനിക്ക് കഴിഞ്ഞത്. ഇപ്പോ ഇവറ്റകളെ തകർക്കാൻ ശ്രമിച്ച് ഇതിന്റെ വായിൽ തന്നെ ഞാൻ പെട്ടുപോയിരിക്കുകയാണ്. അടുത്ത നിമിഷം ഹീറോയുടെ തൊട്ടു പുറകിൽ നിന്ന് ഏതോ ഒരു കോപ്സ് ആണെങ്കിൽ നിലവിളിച്ചു കരയാണ്, പ്ലീസ് എന്നെ രക്ഷിക്കൂ, എന്റെ ബോഡി മുഴുവൻ കത്തി എരിയാണ്, എനിക്ക് വേദന സഹിക്കാൻ കഴിയുന്നില്ല, എന്റെ അമ്മ എവിടെയാണ്, എനിക്ക് വേദന താങ്ങാൻ കഴിയുന്നില്ല എന്ന് പറഞ്ഞ് അവൻ കരഞ്ഞുകൊണ്ടേയിരിക്കും. അവൻ അമ്മയെ വിളിച്ച് കരയുമ്പോൾ ഇവിടെ നമ്മുടെ ഹീറോയ്ക്കാണെങ്കിൽ അവന്റെ അമ്മയെ ഓർമ്മ വരും. എനിക്കെല്ലാം നഷ്ടപ്പെട്ടു. വീണ്ടും ആ നഷ്ടബോധം എന്നിലേക്ക് വന്നുകൊണ്ടേയിരിക്കുകയാണ്. നഷ്ടത്തിനിടയാക്കിയ ഈ ടൈറ്റൻസിനെ ഞാൻ ഒരു കാരണവശാലും വെറുതെ വിടില്ല എന്ന് പറഞ്ഞ് അവൻ ഫുൾ കലിപ്പിൽ ദേഷ്യപ്പെട്ട് കരയാനായിട്ട് തുടങ്ങും. അടുത്ത നിമിഷം ഹീറോയെ വിഴുങ്ങിയ ആ ഒരു ടൈറ്റനിൽ നിന്ന് ഇപ്പൊ വലിയൊരു കൈ പുറത്തേക്ക് വരികയാണ്. മറ്റൊരു പുതിയ ടൈറ്റൻ പുറത്തേക്ക് വരും. ഇതിന് കാരണക്കാരായ ഒരു വെറുതെ വിടില്ല, എല്ലാ ടൈറ്റൻസിനെയും ഞാൻ ഇല്ലാതാക്കുമെന്ന് പറഞ്ഞ് അവനാണെങ്കിൽ മുൻപിൽ കണ്ട ഒരു ചെറിയ ടൈറ്റനെ അങ്ങനെ തകർത്തില്ലാതാക്കും. ഇതാ പ്രസന്റ് കാണിക്കും. മഞ്ഞമുടിയനാണെങ്കിൽ ഇപ്പൊ ഹീറോയെ പേര് വിളിക്കും. എന്തുപറ്റി? എന്താ സംഭവിച്ചേ? സത്യത്തിൽ ഇത് നീ തന്നെയാണോ? നീയാണോ ആ ടൈറ്റൻ? ആണെങ്കിൽ ചുറ്റും നോക്കും. ഒരുപാട് കോപ്സ് അവനെ റൗണ്ട് ചെയ്ത് വലിയ ആയുധങ്ങളുമായിട്ട് നിൽക്കുകയാണ്. സത്യത്തിൽ ഇവിടെ എന്താ സംഭവിക്കുന്നത്? ഇവരെല്ലാവരും എന്നെ എന്തിനാ ഒരു ശത്രുവിനെ പോലെ നോക്കുന്നത്? ഒരായുധങ്ങൾ ശരിക്കും എയിം ചെയ്തിരിക്കുന്നത് എനിക്ക് നേരെയല്ലേ? ഇവിടെ ശരിക്കും എന്താ നടക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഹീറോ ആണെങ്കിൽ ആ ഒരു ആയുധത്തിലേക്ക് തന്നെ തുറച്ചു നോക്കും. കട്ട് ചെയ്ത സത്യത്തിൽ സർവേ കോപ്സിന്റെ ഇപ്പോഴത്തെ പ്രധാനപ്പെട്ട ജോലി ആ ഒരു തകർന്നു പോയ മതിലിനെ പ്രൊട്ടക്ട് ചെയ്യുക, അതുപോലെ തന്നെ ടൈറ്റൻസിനെ നിരീക്ഷിക്കുക, അവർക്ക് പോകാനുള്ള വഴി അത് ക്ലിയർ ചെയ്തെടുക്കുക. ഇതാണ് അവരുടെ പ്രധാനപ്പെട്ട ജോലി. മറ്റൊരു ഭാഗത്ത് കോണിയാണെങ്കിൽ സംഭവിച്ച കാര്യങ്ങൾ ബാക്കിയുള്ളവരോട് പറയും, നിങ്ങൾ എന്നോട് ക്ഷമിക്കണം. ആക്ച്വലി എല്ലാവർക്കും ഗ്യാസ് സപ്ലൈ ചെയ്യാൻ ഞങ്ങൾ ശ്രമിച്ചതാണ്, പക്ഷേ ഞങ്ങളുടെ കയ്യിൽ ഗ്യാസ് വളരെ കുറച്ച് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഹെഡ് ക്വാർട്ടേഴ്സിൽ നിന്ന് എടുത്തുകൊണ്ട് വരാമെന്ന് വിചാരിച്ച അവിടെ മുഴുവൻ ടൈറ്റൻസും ആയിരുന്നു. അവിടേക്ക് പോകാൻ ആ സമയം ഞങ്ങളെ കൊണ്ട് കഴിഞ്ഞില്ല.
പിന്നെ ബാക്കിയുള്ളവരാണെങ്കിൽ ചുന്ദരിപ്പെണ്ണ ടീമും അവരെവിടെയെന്ന് കോണിയോട് ചോദിക്കും. അതിന് കോണി പറയും ജിന്നിനോടൊപ്പമാണ് അവർ ലാസ്റ്റ് കണ്ടത്. അത് കേട്ട് അവര് ജിന്നിനോട് ചോദിക്കും. ആണെങ്കിൽ അതിന് പ്രത്യേകിച്ച് മറുപടി ഒന്നും പറയില്ല. കട്ട് ചെയ്താ ഇവിടെ ഹോണസ് ആണെങ്കിൽ ഇപ്പൊ ബാക്കിയുള്ളവർക്ക് ഇൻസ്ട്രക്ഷൻ കൊടുക്കും. നമ്മൾ എത്രയും വേഗം എന്തെങ്കിലുമൊക്കെ ചെയ്യണം, ഇങ്ങനെ നോക്കിയിരുന്നിട്ട് കാര്യമില്ല. വിരോധം അത് ശക്തമാണെങ്കിൽ മാത്രമേ ആ ടൈറ്റൻസിനെ എല്ലാം നമുക്ക് ഷൂട്ട് ചെയ്ത് തകർത്തില്ലാതാക്കാനായിട്ട് കഴിയൂ. ഉടനെ മറ്റൊരു സോൾജിയർ ആണെങ്കിൽ ഇപ്പൊ ഹോണസിനോട് ചോദിക്കും, നീ 5 വർഷങ്ങൾക്ക് മുൻപ് രക്ഷിച്ച ആ കുട്ടികൾ അവരാണ് ഇപ്പൊ സർവേ കോപ്സിൽ മുൻനിരയിൽ നിന്ന് ഫൈറ്റ് ചെയ്യുന്നത് കേട്ടു, അത് സത്യമാണോ? അതിനാള് പറയും, അതെ അത് സത്യമാണ്. അവരെല്ലാവരും വലിയ പ്രശ്നങ്ങൾ അതിജീവിച്ച് ഇവിടേക്ക് വന്നവരാണ്. ഒരാൾ നല്ല പോരാളിയാണ്, മറ്റൊരാൾക്ക് എത്രയൊക്കെ ഫൈറ്റ് ചെയ്താലും ശക്തി ചോർന്നു പോവാത്ത ഒരാളാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് അവരിൽ നല്ല പ്രതീക്ഷയുണ്ട്. അവർക്ക് പലതും ചെയ്യാനായിട്ട് കഴിയും. അതിൽ മൂന്നാമന് നല്ല ബുദ്ധിയാണ്. അവരെയൊക്കെ അത്ര വേഗം ആർക്കും തോൽപ്പിക്കാനായിട്ട് കഴിയില്ല. കട്ട് ചെയ്ത നമ്മുടെ ആൾക്കാരെ 3 പേരെയും കാണിക്കും. ഗാർഡ്സ് ആണെങ്കിൽ നമ്മുടെ ആൾക്കാർക്ക് നേരെ ഗണ്ണൊക്കെ പോയിന്റ് ചെയ്ത് അങ്ങനെ നിൽക്കുകയാണ്. അതിൽ മെയിൻ കമാൻഡർ ആണെങ്കിൽ ഇപ്പോ ഹീറോയോട് ചോദിക്കും, സത്യം പറയ്, നീ ആരാ? നിങ്ങളിപ്പോൾ ചെയ്തത് വധശിക്ഷയ്ക്ക് വിധിക്കപ്പെടേണ്ട അത്രയും വലിയ തെറ്റാണ്. അതുകൊണ്ട് തന്നെ നിങ്ങളെക്കുറിച്ചുള്ള സത്യം ഞങ്ങൾക്കറിയണം. നീ ശരിക്കും ഒരു മനുഷ്യനാണോ ടൈറ്റനാണോ? ഹീറോയ്ക്കാണെങ്കിൽ ഒന്നും മനസ്സിലാവില്ല. സാർ, നിങ്ങൾ എന്താണ് ഈ പറയാൻ ശ്രമിക്കുന്നത്? ഞാനൊരു മനുഷ്യനാണെന്ന് നിങ്ങൾക്ക് എന്നെ കണ്ടിട്ട് മനസ്സിലാവുന്നില്ലേ? ടൈറ്റൻസിനെതിരായിട്ടാണ് ഇത്രയും നേരവും ഞാനും നിങ്ങളോടൊപ്പം പോരാടിയത്. ഇത് കേട്ട കമാൻഡർ ആണെങ്കിൽ ദേഷ്യപ്പെട്ട് പറയും, നീ ഞങ്ങളുടെ കണ്ണിൽ പൊടിയിടാനായിട്ട് നോക്കണ്ട. ഓൾറെഡി എല്ലാ കാര്യങ്ങളും ഞങ്ങൾ നേർക്കുനേർ കണ്ടതാണ്. ഒരു ടൈറ്റൻ വിഴുങ്ങിയതും ഒരു ടൈറ്റനിലൂടെ നീ യാതൊരു കുഴപ്പമില്ലാതെ പുറത്തേക്ക് വന്നതും അതെല്ലാം തന്നെ ഞങ്ങൾ കണ്ടു കഴിഞ്ഞു. നിന്റെ സത്യം എന്താണെന്ന് ഞങ്ങൾക്ക് മനസ്സിലാക്കിയേ പറ്റൂ. ഒരു ടൈറ്റനായിരുന്നു നീ, എങ്ങനെയോ മനുഷ്യരൂപം പ്രാപിച്ചാണ് ഇവിടേക്ക് കയറി പറ്റിയത്. അതിനുശേഷം ഇവിടെ നടന്ന എല്ലാ കാര്യങ്ങളിലും നിനക്കും ഒരു കൈയും പങ്കും ഉണ്ട്. ടൈറ്റൻസിനെ എത്തിച്ചതുപോലും നീയാണെന്നാണ് ഞങ്ങളിപ്പോൾ കരുതുന്നത്. സോ സത്യം എന്താണെന്ന് വെച്ചാൽ അത് നീ തുറന്നു പറയണം. തുറന്നു ടൈറ്റൻ അതെപ്പോ വേണമെങ്കിലും ഇപ്പോ ഈ ഒരു വലിയ മതിലിന്റെ ഗേറ്റുകൾ പോലും തകർക്കാം. നീ ഇപ്പോ ഞങ്ങൾക്ക് വലിയൊരു വെല്ലുവിളിയാണ്. മനുഷ്യരിപ്പോ വംശനാശ ഭീഷണി അത് ഫേസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇനിയും വലിയ റിസ്ക് ഏറ്റെടുക്കാനായിട്ട് ഞങ്ങളെ കൊണ്ടാവില്ല. സോൾജേഴ്സ് എല്ലാവരും ഇപ്പൊ ഹീറോയെ അറ്റാക്ക് ചെയ്ത് തകർക്കാനായിട്ട് റൗണ്ട് ചെയ്ത് പീരങ്കികളും തോക്കുകളും ഒരുക്കും. അത് കണ്ട നമ്മുടെ ചുന്ദരിപ്പെണ്ണാണെങ്കിൽ അവളുടെ സ്ക്വാഡ് എടുത്ത് മുൻപോട്ടേക്ക് വരും. ചെയ്യാൻ താല്പര്യമുള്ളവര് എന്റെ നേർക്ക് വരിക, ആദ്യം എന്നെ അറ്റാക്ക് ചെയ്ത് തോൽപ്പിക്കുക. അത് കണ്ട മറ്റൊരു ഓഫീസറാണെങ്കിൽ ഇപ്പോ ആ കമാൻഡറിനോട് പറയും, അവൾ നിസ്സാരക്കാരിയല്ല, എലൈറ്റ് സോൾജിയർ ആണ്. നമ്മളെപ്പോലുള്ള 100 കോപ്സിന് സമാനമാണ് അവളുടെ പവർ. അത്ര എളുപ്പത്തിൽ നമുക്ക് അവൾ ഡിഫീറ്റ് ചെയ്യാൻ പറ്റില്ല. ഇവിടെ ഹീറോയ്ക്കാണെങ്കിൽ എത്രയൊക്കെ ആലോചിച്ചിട്ടും എന്താ നടക്കുന്നതെന്ന് മനസ്സിലാവുന്നില്ല. അവൻ ഇത്രയും നേരം കരുതി വെച്ചിരുന്നത് അവൻ അനുഭവിച്ചതെല്ലാം വെറും സ്വപ്നം മാത്രമായിരുന്നു എന്നാണ്. ഇവിടെ കമാൻഡർ ആണെങ്കിൽ വീണ്ടും ഇപ്പൊ ഹീറോയോട് ചോദിക്കും, ഞാൻ അവസാനമായിട്ട് ചോദിക്കുകയാണ്, സത്യത്തിൽ നീ ആരാണ്? അത് കേട്ട് ഹീറോ ആണെങ്കിൽ കാര്യമായിട്ടും ചിന്തിക്കും, ഞാനിപ്പോ എന്തെങ്കിലും ഒരു ഉത്തരം തെറ്റായി പറഞ്ഞാൽ അത് ബാധിക്കാൻ പോകുന്നത് എന്നെ മാത്രമല്ല എന്റെ കൂട്ടുകാരെയുമാണ്. ഹീറോ ആണെങ്കിൽ ശ്വാസം വലിച്ചുവിട്ട് ഇപ്പൊ അദ്ദേഹത്തോട് പറയും, ഞാനൊരു മനുഷ്യനാണ്. അത് കേട്ട കമാൻഡർ പറയും, ഓ അങ്ങനെയാണോ? പക്ഷേ അത് തെളിയിക്കാനുള്ള അതൊന്നും നിന്റെ പക്കലില്ല. അതുകൊണ്ട് നിന്നെ ഇല്ലാതാക്കുകയല്ലാതെ വേറെ വഴിയില്ല എന്ന് പറഞ്ഞ് ആളാണെങ്കിൽ ഗണ്ണ് കയ്യിലെടുക്കും. അത് കാണേണ്ട താമസം നമ്മുടെ ചുന്ദരിപ്പെണ്ണ്. അവളാണെങ്കിൽ ഇപ്പോ ഹീറോയെ തൂക്കിയെടുത്ത് ഓടുന്ന ഉഷാറായിട്ട് അങ്ങനെ ഓടുകയാണ്. അപ്പോഴായിരിക്കും അവന്റെ കഴുത്തിൽ കിടക്കുന്ന ആ ഒരു കീയുടെ കാര്യം അവൻ ഓർക്കുക. ആക്ച്വലി അത് അവന്റെ പപ്പ അവന് കൊടുത്തതാണ്. ഞാൻ തിരിച്ചു വരുമ്പോ ഗ്രൗണ്ടിൽ എന്താണുള്ളതെന്ന് ഞാൻ നിനക്ക് കാണിച്ചു തരാമെന്നാണ് അവസാനമായിട്ട് അവന്റെ പപ്പ അവനോട് പറഞ്ഞത്. കൂറ് കാണുമ്പോ നിനക്കത് ഓർമ്മ വരും. ഈ ഇഞ്ചക്ഷൻ അതൊരിക്കലും നീ മറക്കരുത്. ഒരുപാട് രഹസ്യങ്ങൾ നിന്റെ ഉള്ളിലുണ്ട്. വാൾമറിയ അത് തിരികെ പിടിക്കണം. വാൾമറിയ നീ തിരികെ പിടിച്ചതിന് ശേഷം ആ ബേസ്മെന്റിലേക്ക് നീ പോകണം. ഈ ഇഞ്ചക്ഷൻ നിനക്ക് നഷ്ടപ്പെട്ടു പോയ ഓർമ്മകൾ നിനക്ക് തിരികെ നൽകും. അവന്റെ അച്ഛനാണെങ്കിൽ ഞൊട്ടിയിടയിൽ ആ ഇഞ്ചക്ഷൻ അവന്റെ ബോഡിയിൽ കുത്തിയിറക്കും. അപ്പോഴായിരിക്കും നമ്മുടെ ഹീറോയ്ക്ക് കാര്യം മനസ്സിലാവുക. അവനാണെങ്കിൽ അവളുടെ കയ്യിൽ നിന്ന് കുതിരി താഴെ വീണ് മുടി പയ്യനെയും നമ്മുടെ ചുന്ദരി പെണ്ണിനെ അവർ രണ്ടുപേരെയും തൂക്കിയെടുത്ത് മുൻപോട്ടേക്ക് ഓടുകയാണ്. ഇവരെ രണ്ടുപേരെ രക്ഷിക്കാനായിട്ട് നീ നിന്റെ പവർ യൂസ് ചെയ്യണമെന്ന് പറഞ്ഞത് മനസ്സിലേക്ക് വരും. അവനാണെങ്കിൽ അവന്റെ കയ്യിൽ ആഞ്ഞു കത്തിക്കും. അടുത്ത നിമിഷം ഒരു ജയന്റ് രൂപം അവിടെ പ്രത്യക്ഷപ്പെടുകയാണ്. അതിനോടകം തന്നെ മിലിറ്ററി ഫോഴ്സ് അവരെ ഷൂട്ട് ചെയ്യും. ഷെറിനാണെങ്കിൽ ഒരു ടൈറ്റനായി മാറി ആ ബുള്ളറ്റ്സ് അങ്ങനെ പ്രിവെന്റ് ചെയ്യുകയാണ്. അത്തികൾ മാത്രം കുറച്ച് ചതയുള്ള ഒരു വലിയ രൂപം. അതുകൊണ്ട് എല്ലാവരും ഞെട്ടും. സോ അവിടെ വെച്ച് ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു.